അവിടെ പേടിക്കണ്ടൊക്കെ അവർക്ക് ഇങ്ങോട്ട് വരണം, അവരിങ്ങോട്ട് വരണം. ചായ നിങ്ങൾ എല്ലാരും ഇങ്ങനെയൊക്കെ വരണം, ചായ ഉണ്ട് അവരെ ഫ്രണ്ട് താനോ അല്ലേ ബാക്കി പൊങ്ങി മതി അവിടെ തുടക്കിയിരിക്കുവോ പോയി. അയ്യോ എനിക്ക് വയ്യ ഇറങ്ങി ഇറങ്ങി ഈ വീഡിയോ എനിക്ക് വാട്സാപ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ വേദനയാണ് തോന്നിയത്. കാരണം ആ ചങ്ങാട്ടം പറഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ ആ ചങ്ങാട്ടത്തിൽ കയറിയ മുഴുവൻ പേരും അടിയിലായി. ഇതൊരു ചങ്ങാട്ടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ദുരന്തമാണ്, ഒരു അപകടമാണിത്. അത് എന്തോ ഒരു ഭാഗ്യത്തിന് മനുഷ്യജീവൻ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല എന്ന് നമുക്ക് പറയാം. ആ ചങ്ങാട്ടം അത് മറുകരയിൽ നിന്ന് ഈ കരയിലേക്ക് കൊണ്ടുവരുന്നത് അത് കയറ് വലിച്ചിട്ടാണ്, കയറ് കെട്ടി വലിച്ചിട്ടാണ്. അതായത് മറുകരയിൽ ഉള്ളവർ കയറ് കെട്ടി വലിച്ചിട്ടാണ് അക്കരയിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പൊ അതിൽ ഒന്ന് രണ്ടുപേര് കയറി, അതിനുശേഷം അതിൽ ആരോ വിളിച്ചു പറയുന്നുണ്ട് കേറി 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 കേറി. അങ്ങനെ അതിൽ നിറയെ 10 പേര് കയറി എന്നാണ് തോന്നുന്നത്. ഈ കയറിയവരൊക്കെ കയറിട്ട് വലിക്കുന്നുമ്പോൾ തന്നെ അത് മറഞ്ഞു, നേരെ കമിടന്ന് നിൽക്കുകയാണ് ചെയ്തത്. അതെന്തോ അവരുടെ ഭാഗ്യം എന്ന് പറയും. അപ്പൊ വെള്ളമാണല്ലോ, ആ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ എന്താണ്, അത് എത്ര നീന്തുന്നവരായാലും ഒരു പെട്ടെന്ന് ഒരു അപ്രത്യക്ഷമായിട്ടൊരു വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം എത്രത്തോളം വലുതാണെന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയെടുത്താൽ പോരെ. ഇങ്ങനൊക്കെ പ്രോജക്റ്റ് ഇങ്ങനൊക്കെ രീതി ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ചിന്തിക്കണം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ദുരന്ത ഫലങ്ങളെ കുറിച്ചിട്ട്. പിന്നെ വലിയൊരു ക്യാപ്പൊന്നും അതിൽ കാണുന്നില്ല. അപ്പൊ ഇനിയിപ്പോ അത് അങ്ങനെയുള്ള ഒരു ചങ്ങാട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ 1-2 പേരെ മാത്രം കയറ്റിയിട്ട് മറുകറിയിലേക്ക് എത്തിക്കാം. ഇത് അതിൽ നിറയെ ആൾക്കാരെ കയറ്റിയിട്ട് ഒരു സാധാ ഒരു കയറും വലിച്ചിട്ട് ഒരു തമാശക്കളി എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യജീവൻ ഇല്ലാതായി കഴിഞ്ഞാൽ അതിന് ആര് സമാധാനം പറയും? അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് സ്ത്രീയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റുള്ള അതിന് വിശിഷ്ടാതിഥികളൊക്കെ അതിൽ കയറിയിട്ടുണ്ടെന്ന് അറിയാൻ തോന്നുന്നു. അതുകൊണ്ട് ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുവരുന്നവര് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കാം. ഇങ്ങനെ രീതിയിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ദുരന്ത ഫലങ്ങളെ കുറിച്ചിട്ട്. ഏതായാലും ഇക്കാര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ ഒരു അപകടം സംഭവിക്കാതിരിക്കാനുള്ള ഒരു ബോധവന്മാരാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം.